ആ മീനിനെ വളരെ മനോഹരമായി ഒരു വാഴയില അങ്ങോട്ട് വിരിക്കുക. വാഴയില വിരിച്ചു. അതിൽ മുകളിലേക്ക് കരിവേപ്പില ബെഡ് ചെയ്യുക. ഈ അടുക്കി 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 കറിവേപ്പില അടുക്കി അടുക്കി വെച്ചു. വെച്ച് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ കരിമീനായാലും ചാളയായാലും ലേശം പച്ച വെളിച്ചെണ്ണയും ഉപ്പും കുരുമുളകും പുരട്ടുക. പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, കുരുമുളക് പുരട്ടുക. ലേശം. ഈ കുരുമുളകിന് പകരം ഏറ്റവും ബെസ്റ്റ് കാന്താരിയും കരിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കുന്നതാണ്. കാന്താരി ഇല്ലെങ്കിൽ കുരുമുളക് അങ്ങോട്ട് പുരട്ടിയിട്ട് ഈ എണ്ണ അങ്ങോട്ട് ചൂടാവുന്ന സമയത്ത് ഇതിനെ ഓരോന്നിനെ ആ പാത്രത്തിലോട്ട് അടുക്കണം. അടുക്കി വെക്കുമ്പം ചെറിയ ഫ്ലെയിമിൽ ഇത് അങ്ങോട്ട് പൊള്ളാൻ തുടങ്ങും. പൊള്ളി വരുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിടുക. ഇപ്പൊ അതെ, അപ്പൊ ആ ഒരു സിൽവറിഷ് ഫീലാണ് കാണുന്നത്. അതിലേക്ക് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ലേശം ഈ തേങ്ങാപ്പാലും ഇതിലുപയോഗിച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിനകത്തൊരു ഗ്രീനിഷ്, ഒരു യെല്ലോയിഷ്, അതായത് ഒരു പച്ചയും മഞ്ഞയായിട്ടുള്ളൊരു ട്വിസ്റ്റ് കളർ വരും. ഇതങ്ങോട്ട് വെന്ത് വരുമ്പം നമുക്ക് ഇതിനകത്ത് തൊണ്ടേന്ന് വെള്ളം ഇറങ്ങും. ഇതിനെ പൊക്കിയെടുത്ത് വീണ്ടും ഒരു വാഴയിലേക്കകത്തോട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം നല്ല വെള്ളയപ്പോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ എടുത്തിട്ട് ഈ മസാലയും ഈ മീനും കൂടെ മേളി വെച്ച് നല്ലൊരു ഫീൽ കിട്ടും.